എല്ലാ കൂട്ടുകാർക്കും അലീസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന ഒരു അടിപൊളി ബ്രെഡും കൊണ്ടുള്ള ഉന്നക്കായാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യമേ ഒരു ചീനച്ചട്ടി അടുപ്പ് വെക്കുക. അതിലോട്ട് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ചൂടായ ശേഷം നമുക്ക് കുറച്ച് കശുവണ്ടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇതിലോട്ട് കുറച്ച് കശുവണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് പഴം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എടുത്തേക്കുന്ന ഒരു പഴമാട്ടോ. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കാം. ഇനി നമുക്കിതിപ്പോൾ നന്നായിട്ട് ഉടച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് വേണ്ട ഒരു ബൗളാണ്. അതിലോട്ട് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് നമുക്ക് ഫോർക്ക് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറുള്ള പാലായാലും മതി. ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഒരു 4 ബ്രെഡാണ്. നമുക്ക് ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് നമ്മുടെ 4 ബ്രെഡ് ഇതേപോലെ മുറിച്ചെടുക്കാം. നന്നായിട്ട് 4 ബ്രെഡ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബ്രെഡ് എടുത്തിട്ട് ചപ്പാത്തിക്കോല് വെച്ച് നന്നായിട്ട് പരത്തിയെടുക്കാം. പരത്തുമ്പോൾ പൊട്ടാതെ സൂക്ഷിക്കണം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ആ 4 ബ്രെഡും പരത്തിയെടുക്കാം. നമുക്ക് ആ പരത്തിയ ബ്രെഡ് എടുത്തിട്ട് നമുക്ക് അതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് സ്റ്റഫ് ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം. സ്റ്റഫ് ഇടുമ്പോൾ കുറച്ച് ഇടാൻ പാടുള്ളൂ, ഓവറായിട്ട് കൂട്ടരുത്. ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ ഓരോ സൈഡിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ടയും പാലും ഉള്ളത് ഓരോ സൈഡിലും നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഓവറായിട്ട് ഒഴിച്ചു കൊടുക്കരുത്, അപ്പം നമ്മൾ ഉരുട്ടാൻ നേരത്ത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇതേപോലെ മടക്കിയിട്ട് നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ എന്നിട്ട് ഉരുട്ടിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ ബ്രെഡും ചെയ്തെടുക്കാം. നേരത്തെ പറഞ്ഞ അതേ പ്രോസസ്സാട്ടോ. അപ്പോൾ നമുക്ക് ഈ സമയമാകുമ്പം നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ചൂടാക്കി വെക്കണം. അതേപോലെ തന്നെ മടക്കിയെടുത്ത് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. ഇതിപ്പോൾ 4 ബ്രെഡ് ഞാൻ ഇതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മുട്ടയിലും പാലിലോട്ടും ഇത് നമുക്ക് മുക്കിയെടുത്തിട്ട് നമുക്ക് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിപ്പോൾ ഒരു സൈഡ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് തിരിക്കുമ്പോൾ മറിക്കുമ്പോൾ ഇത് പൊട്ടിപ്പോകാൻ സൂക്ഷിക്കണം കേട്ടോ. കാരണം ഒരു സൈഡ് മാത്രം മൊരിഞ്ഞിട്ട് മറ്റേ സൈഡ് മൊരിയാതല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് തിരിച്ചിടുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം. അപ്പോൾ ഇതേപോലെ തന്നെ 2 സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്.
കാരണം ഇതേപോലെ നല്ല ബ്രൗൺ കളറായിട്ട് വരണം. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. ഇതേപോലെ തന്നെ നമുക്ക് മറ്റേതും ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ എല്ലാം നന്നായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി വന്ന ബ്രെഡും കൊണ്ട് വെച്ചിട്ട് ഞാൻ 3 കൂടെ എക്സ്ട്രാ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ കാണാൻ തന്നെ എന്നെ രസമല്ലേ. അപ്പോൾ എല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരൊക്കെ എല്ലാ കൂട്ടുകാർക്കും ബൈ.